തിരുവനന്തപുരം വിമാനത്താവളത്തിന് ബേർഡ് ഹിറ്റ് ഭീഷണി. എന്താണ് ബേർഡ് ഹിറ്റ്? ഒരു വിമാനം റൺവേയിൽ നിന്നും പറന്നുയരുമ്പോഴോ ലാൻഡ് ചെയ്യാനായി താഴ്ന്നു പറക്കുമ്പോഴോ ആകാശ മധ്യത്തിലോ വെച്ച് പക്ഷികളോ പക്ഷിക്കൂട്ടങ്ങളുമായോ കൂട്ടിയിടിച്ചുണ്ടാകുന്ന വിമാനാപകടങ്ങളെയാണ് ബേർഡ് ഹിറ്റ് അഥവാ ബേർഡ് സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത്. ലോകത്ത് എല്ലായിടത്തും ഇത്തരം വിമാനാപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അടുത്ത കാലത്ത് ദക്ഷിണ കൊറിയയിലെ മുവാൻ വിമാനത്താവളത്തിലുണ്ടായ വിമാനാപകടത്തിൽ 179 പേർക്ക് ജീവൻ നഷ്ടമായി. ഈ വിമാനാപകടത്തിന് കാരണം വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് പക്ഷിക്കൂട്ടം ഇടിച്ചു കയറിയതാണ്. ഒരേ സമയം വിമാനത്തിന്റെ എല്ലാ എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി വിമാനം നിലത്തു പതിച്ചതാണ് അപകട കാരണം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് തീരദേശ മേഖലയിലാണ്. ഇവിടെ ദേശാടന പക്ഷികൾ ധാരാളമായി വരാറുണ്ട്. കൂടാതെ നിരവധി അറവുശാലകളിൽ നിന്നും ഇറച്ചിവെട്ടു മാലിന്യം വിമാനത്താവളത്തിന് സമീപം നിക്ഷേപിക്കുന്നത് കാരണം പരുന്ത്, കഴുകൻ, കാക്ക തുടങ്ങിയ പക്ഷികൾ ധാരാളമായി ഇറച്ചി മാലിന്യം ഭക്ഷിക്കാനായി എത്താറുണ്ട്. ഈ വലിയ പക്ഷികൾ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുകയും വന്നിറങ്ങുകയും ചെയ്യുന്ന വിമാനങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. കൂടാതെ വിമാനത്താവളത്തിന് സമീപമുള്ള ചില സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന പ്രത്യേകതരം പ്രകാശ സംവിധാനങ്ങളും പ്രാണികളെയും ഷഡ്പദങ്ങളെയും ആകർഷിക്കുകയും ഇവയെ ഭക്ഷിക്കുന്ന പക്ഷികൾ ഈ പ്രദേശത്ത് ധാരാളമായി എത്താൻ കാരണമാകുന്നുണ്ട്. പടക്കം പൊട്ടിച്ചാണ് വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്നും പക്ഷികളെ തുരത്തുന്നത്. എന്നാൽ ഇത് അത്ര ഫലപ്രദമല്ല. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളിൽ പക്ഷികളുമായുള്ള കൂട്ടിയിടി വൻ വിമാനാപകടങ്ങൾക്ക് കാരണമായേക്കാം. ഈ പ്രശ്നം പല വൈമാനികരും വിമാന കമ്പനികളും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിനെ അറിയിക്കുകയും അതിനെ തുടർന്ന് അവർ മാലിന്യ സംസ്കരണത്തിനായി തിരുവനന്തപുരം നഗരസഭയുമായി ചേർന്ന് ഉടൻ തന്നെ ഒരു പദ്ധതി ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നു. 1960-ൽ അമേരിക്കയിലെ ബോസ്റ്റണിൽ പക്ഷിക്കൂട്ടവുമായി കൂട്ടിയിടിച്ച് ഈസ്റ്റേൺ എയർലൈൻസിന്റെ വിമാനം തകർന്ന് 62 പേർ മരിച്ചിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഗോവയിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ എയർ ഇന്ത്യ വിമാനത്തിൽ പക്ഷി വന്നിടിച്ചതിനെ തുടർന്ന് വിമാനത്തിന്റെ ടേക്ക് ഓഫ് റദ്ദാക്കിയിരുന്നു. അന്നത്തെ അപകടത്തിൽ യാത്രക്കാർക്കോ വിമാന ജീവനക്കാർക്കോ പരിക്കുണ്ടായില്ല. കഴിഞ്ഞ വർഷം ദക്ഷിണ കൊറിയയിൽ ഉണ്ടായതുപോലെയുള്ള വിമാനാപകടങ്ങൾ ഒഴിവാക്കാനായി അടിയന്തര നടപടികൾ സർക്കാരും എയർപോർട്ട് കമ്പനി അധികാരികളും സ്വീകരിച്ചാലേ വിമാനയാത്ര സുരക്ഷിതമാക്കാൻ കഴിയും.